അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അരുളുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് നമുക്ക് മക്കളുണ്ടാവുക എന്നുള്ളത്. ഏറെയും കുറഞ്ഞുമെല്ലാം മക്കളുണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവരായി ഭൂമി ലോകത്ത് ആരും ഉണ്ടാവുകയില്ല. തനിക്കൊരു കുഞ്ഞിക്കാല് കാണണമെന്ന്, തൻ്റെ രക്തത്തിലൊരു കുഞ്ഞു പറക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാണ് ഉണ്ടാവുക? അവരുടെ കളിക്കൊഞ്ചലുകളും അവരുടെ മോണകാട്ടിയുള്ള ചിരിയും അതോടൊപ്പം തന്നെ അവരുടെ കൈയും കാലുമൊക്കെ വളരുന്നതും അവർ നടക്കുന്നതും അവർ എഴയുന്നതുമൊക്കെ അനുഭവിക്കാത്ത ഏത് മാതാവാണുള്ളത്? അതല്ലെങ്കിൽ ഏത് പിതാവാണുള്ളത്? ആ സന്തോഷം വല്ലാത്തൊരു സന്തോഷമാണ്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പല ദുഃഖങ്ങളെയും മറപ്പിക്കുന്ന ഒന്നാണ് തൻ്റെ മക്കൾ എന്നുള്ളത്. ആ മക്കൾ കുട്ടികളായിരിക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിന്, തൻ്റെ ജീവിതത്തിന് ഒരുപാട് സന്തോഷവും സമാധാനവും പകരുമെന്നുള്ളതാണ്. ഈ മാതൃത്വത്തിന് ഉതകാത്ത എത്രയോ സഹോദരിമാരുണ്ട്, എത്രയോ പുരുഷന്മാരുണ്ട്. അവരുടെ കണ്ണുനീർ വളരെ വലുതാണ്. തനിക്കൊരു കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ, തൻ്റെ കുഞ്ഞ് ഏറ്റവും നല്ലവനായിരുന്നു എങ്കിൽ, ആ കുഞ്ഞിനെ ഒന്ന് കൈകളിൽ എടുക്കാൻ ഒരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന, നാളിതുവരെയായി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ലഭിക്കാത്ത എത്രയോ ആളുകൾ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നു. അള്ളാഹു നമുക്കെല്ലാം മക്കളെ നൽകി. അള്ളാഹു മക്കളില്ലാത്തവർക്ക് സൽസന്തതികളെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് പേര് പറഞ്ഞു മക്കളില്ല, പ്രത്യേകം ദുആ ചെയ്യണമെന്ന്. 12 വർഷമായിട്ട് പോലും മക്കളില്ല, പ്രത്യേകം ദുആ ചെയ്യണമേ എന്ന്. അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹു തീർച്ചയായും നൽകും. നിങ്ങൾ അള്ളാഹുവിനെടുക്കൽ ആത്മാർത്ഥമായി ദുആ ചെയ്യും, അള്ളാഹു നൽകുന്നതാണ്. സഹോദരങ്ങളെ, മക്കളെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. അത് ജീവിതത്തിൽ മറ്റെന്ത് ലഭിക്കുന്നതിനേക്കാളും വലിയൊരു സന്തോഷമാണ് മക്കളെ കിട്ടുക എന്ന് പറഞ്ഞാൽ. തൻ്റെ ഭാര്യ ഗർഭിണിയാകുക, തൻ്റെ ഭാര്യ പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ തൻ്റെ കരങ്ങളിലേക്ക് ഏന്തുക, അവനെ എടുത്തിട്ട്, അതല്ലെങ്കിൽ ആ കുഞ്ഞിനെ എടുത്തിട്ട് അവൻ്റെ കവിളിണകളിൽ സ്നേഹചുംബനം ചാർത്തുക, ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? അവർ തൻ്റെ അരികിലിരുന്ന് വർത്തമാനം പറഞ്ഞ് കളിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ ആഗ്രഹിക്കാത്ത ആരാണ് ഈ ലോകത്തുള്ളത്? ഒരുപക്ഷെ എത്ര വലിയ ക്രൗര്യതയുള്ള ആളുകൾ പോലും കുട്ടികളുടെ മുന്നിൽ അവർ ശിശുക്കളായി തീരുമെന്നുള്ളതാണ്. മക്കളെയും മരുമക്കളെയും എല്ലാവരെയും വിറപ്പിച്ചിരുന്ന ആളുകൾ പോലും കൊച്ചുമക്കളുടെ മുന്നിൽ അവർ പാവക്കുട്ടികളായി അവർ കളിക്കുന്ന, അതല്ലെങ്കിൽ അവരോടൊപ്പം ഇഴകിച്ചേരുന്ന എത്രയെത്ര വർത്തമാനങ്ങൾ, എത്രയെത്ര സംഭവങ്ങൾ നാം കേട്ടിട്ടുണ്ട് സഹോദരങ്ങളെ. മക്കൾ വലിയ സന്തോഷമാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ. ആ മക്കൾ ശൈശവത്തിൽ നിന്നും ബാല്യത്തിലേക്ക്, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക്, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക്, ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായി മക്കൾ ഇങ്ങനെ വരുമെന്നുള്ളതാണ്. അവരുടെ ശൈശവം നമ്മുടെ ചൊൽപ്പടിയിലാണ്, അവരുടെ ബാല്യം നമ്മുടെ ചൊൽപ്പടിയിലാണ്, അവരുടെ കൗമാരവും ഏറെക്കുറെ നമ്മുടെ ചൊൽപ്പടിയിലാണ്. അവർ യൗവനത്തിലേക്ക് എത്തുമ്പോഴാണ് കുട്ടിയുടെ സ്വഭാവവും മറ്റുമെല്ലാം മാറുന്നത്. അന്ന് വരെ താൻ ലാളിച്ച, പരിലാളിച്ച, താൻ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയ, താൻ ഒരുപാട് ഉമ്മ കൊടുത്ത, താൻ ഒരുപാട് ചോറ് വാരിക്കൊടുത്ത, താൻ നടക്കാൻ പഠിപ്പിച്ച ആ മകൻ, അതല്ലെങ്കിൽ ആ മകൾ തനിക്കെതിരെ തിരിയുമ്പോൾ ഏതൊരു ഉമ്മയുടെയും ഉപ്പയുടെയും ഹൃദയം പിളരുമെന്നുള്ളതാണ്. തൻ്റെ മക്കൾ തന്നോട് എതിർത്ത് സംസാരിക്കുന്ന ആ ഒരവസ്ഥ ഒരു മാതാവിനും പിതാവിനും സഹിക്കാൻ കഴിയാത്തതാണ്. മക്കളെ ഏറെ ഇഷ്ടപ്പെടുന്ന, മക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും, ചിലപ്പോഴെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു പങ്കും തൻ്റെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന മാതാപിതാക്കളെ കാണാം. പക്ഷെ അവർ യൗവനത്തിലേക്ക് എത്തുമ്പോൾ തങ്ങളെ നിരാകരിക്കുന്ന, ശത്രുതയോടെ പെരുമാറുന്ന, അതല്ലെങ്കിൽ വളരെ കാർക്കശ്യത്തോടെ പെരുമാറുന്ന മക്കൾ ഇന്ന് വിരളമല്ലാതായി തീരുകയാണ്. അത് വലിയ സംഭവമല്ലാതായി തീരുകയാണ്. പണ്ടെല്ലാം അപ്രകാരമെല്ലാം ചെയ്യുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു. അതല്ലെങ്കിൽ സമൂഹത്തിൽ അവരെ കർശനമായി ചോദ്യം ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്ന് മക്കൾ, ഒരു വീട്ടിൽ 1-2 മക്കൾ മാത്രമാണ്. അവരെന്തെങ്കിലുമൊക്കെ ചെയ്താൽ, അതല്ലെങ്കിൽ അവർ എതിർത്ത് പറഞ്ഞാൽ മറ്റാരോടും പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ ദുഃഖത്തിൻ്റെ നെരിപ്പോടിൽ ഞെരിഞ്ഞമരുന്ന ധാരാളം മാതാപിതാക്കളുണ്ട്. നമ്മൾ കേൾക്കുന്നില്ല എത്രയെത്ര വാർത്തകളാണ്? മകൻ ഉമ്മയെ വെട്ടിക്കൊല്ലുന്നു,
എത്ര സംഭവങ്ങൾ, എത്ര വലിയ കാർക്കശ്യത്തിൻ്റെ ക്രൗര്യതയുടെ മക്കളായി തീർന്നിരിക്കുന്നു. 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ചത് ഉമ്മയല്ലേ? പരിശുദ്ധരായ ആ ഉമ്മ ഏറ്റവും ശ്രേഷ്ഠവതിയാണ് ഭൂമിയിലെ. അവരുടെ കാലിനടിയിലാണ് സ്വർഗമെന്നാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത്. ആ ഉമ്മയെ നിർദാക്ഷിണ്യം കത്തികൊണ്ട് വെട്ടിക്കൊല്ലണമെങ്കിൽ അവൻ്റെ ഉള്ളിലേക്ക് ചെന്നിരിക്കുന്ന മദ്യത്തിൻ്റെ അതല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ആസക്തി എത്ര ഗൗരവമുള്ളതാണ്. സഹോദരങ്ങളെ, ഒരു കുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ എത്ര രാത്രികളാണ് മാതാപിതാക്കളുടെ ഉറക്കം ഒളിച്ചിട്ടുള്ളത്, മാതാപിതാക്കളുടെ ഉറക്കം നശിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവരിങ്ങനെ ഇഴഞ്ഞു വന്നിട്ട് അവരുടെ മൂക്കിലൂടെ ഒലിക്കുന്ന അതിൽ പോലും ഉമ്മ കൊടുക്കാൻ അവർക്ക് വൈമനസ്യമില്ല എന്നുള്ളതാണ്. തൻ്റെ മക്കൾ താൻ എവിടെയെങ്കിലുമെല്ലാം പോകാനൊരുങ്ങുമ്പോൾ തൻ്റെ മക്കൾ തൻ്റെ വസ്ത്രത്തിലൂടെ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്താൽ ആ മക്കളെ മാതാപിതാക്കൾ അതല്ലെങ്കിൽ മാതാവ് അതല്ലെങ്കിൽ പിതാവ് അവരെ വലിച്ചെറിയുമായിരുന്നില്ല. സ്നേഹത്തോടെ, എന്താ കള്ള നീ കാണിച്ചത്, നമ്മളൊരു സ്ഥലത്ത് പോകാം എന്നൊക്കെയുള്ള തമാശ രൂപേണ എല്ലാം പറഞ്ഞിട്ട് അവനെ കഴുകി വൃത്തിയാക്കി പോകാനിറങ്ങിയ ആ സ്ഥലത്ത് പോകുന്നതിനൽപ്പം വൈകി അവരുടെ ഡ്രസ്സും അവരുടെ ശരീരവുമെല്ലാം വൃത്തിയാക്കിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു വസ്ത്രം ധരിച്ചിറങ്ങിപ്പോകുന്നു. എത്ര വലിയ ബുദ്ധിമുട്ടും പ്രയാസവുമെല്ലാം സഹിച്ചുകൊണ്ടാണ് ഉമ്മയും വാപ്പയും എല്ലാം നമ്മളെ വളർത്തിയത്. ഉമ്മ ഗർഭം ചുമന്നു, നൊന്ത് പ്രസവിച്ചു, പാലൂട്ടി വളർത്തി. അങ്ങനെ എത്ര പ്രയാസങ്ങൾ, മരണത്തിനോടടുക്കുന്ന വേദനയെന്നാണ് പറയുക. ശരീരത്തിൻ്റെ എല്ലാ ഞാടി ഞരമ്പുകളും വേദനിപ്പിക്കുമാറ് അവർ ഈ ഭൂമി ലോകത്തേക്ക് തങ്ങളെ പ്രസവിച്ചിടുന്നു. ആ മകനെ അതല്ലെങ്കിൽ മകളെ, ആ കുഞ്ഞിനെ വളർത്താൻ തൻ്റെ പിതാവ് എത്ര കഷ്ടപ്പാടുകളും ത്യാഗങ്ങളുമൊക്കെയാണ് സഹിക്കുന്നത്. ഇതെല്ലാം യൗവനത്തിലെത്തുമ്പോൾ ആ മക്കൾ മറന്നു പോകുന്നു അല്ലേ? വല്ലാത്ത കഷ്ടമാണ് സഹോദരങ്ങളെ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. ചിലർക്ക് മക്കളെ ഭയങ്കരമായ അമിതമായ വിശ്വാസമാണ്. എന്ത് തെറ്റ് ചെയ്തു എന്ന് മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആരെങ്കിലും ഉണർത്തിച്ചു കൊടുത്താൽ എൻ്റെ മക്കൾ അങ്ങനൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞുകൊണ്ട് അമിതമായ വിശ്വാസത്തിലെടുക്കുന്നവരുമുണ്ട്. മക്കളെ വിശ്വാസത്തിലെടുക്കേണ്ടെന്നൊന്നും അല്ല ഈ പറയുന്നത്, മറിച്ച് അവരുടെ നീക്കുപോക്കുകൾ, അവരുടെ കൂട്ടുകെട്ടുകൾ, അവരുടെ ബന്ധങ്ങൾ, അവർ എവിടെ പോകുന്നു എന്നെല്ലാം നാം കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് മാതാപിതാക്കളുടെ ധർമ്മമാണ്. ഇന്ന് നേരത്തെ കാലമൊന്നുമല്ല. ഇന്ന് പലരും പല വഴിയായും പല രൂപത്തിലും നമ്മുടെ മക്കളെ റാഞ്ചിയെടുക്കാൻ അതല്ലെങ്കിൽ മക്കളുടെ നമ്മുടെ സംസ്കാരത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, അതിൽ നിന്നും അവരെ ദുഷിപ്പിക്കാൻ വേണ്ടി കൃത്യമായ കുൽസിത ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളുടെ പിടിക്കപ്പുറമാണ്. കുറേ കൂട്ടുകാരോടൊപ്പം ചേർന്നാൽ എനിക്കെന്തുമാകാമെന്നുള്ളൊരു തോന്നിവാസത്തിൻ്റെ ശബ്ദം, നീ ആരടാ, ഇവിടെ വാടാ എന്ന് പറയുമ്പോൾ നീ പോടാ എന്ന് പിതാവിനോട് പോലും പറയാൻ കഴിയത്തക്ക നിലയിൽ മക്കൾ മാറിയിരിക്കുകയാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ പടച്ചവനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറെ ആഗ്രഹം. നമ്മുടെ മക്കൾ തോന്നിവാസികളായി എല്ലാവരുടെയും ശാപത്തിന് വിധേയരായി നാട്ടിൽ അലമ്പുണ്ടാക്കി ഏറ്റവും വലിയ മോശക്കാരായി ജീവിച്ചാൽ നമുക്ക് വലിയ ദുഃഖമായിരിക്കുകയില്ലേ? വലിയ പ്രയാസമായിരിക്കും, വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കാരണം നമ്മുടെ രക്തത്തിൽ ജനിച്ച കുഞ്ഞുങ്ങൾ അപ്രകാരം നടന്നാൽ അത് നമുക്ക് സഹിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ആയതിനാൽ നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകാൻ വേണ്ടി നാം അള്ളാഹുവിനടുക്കൽ യഥാവിധി ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരിക്കൽ ബഹുമാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സവിധത്തിലേക്ക് തൻ്റെ മകൻ്റെ പരാതിയുമായി വരികയാണ്. അമീറുൽ മുഅ്മിനീനാണ്, ഭരണാധികാരിയാണ്. തൻ്റെ മകൻ അനുസരണക്കേടുണ്ട്, വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന പരാതിയുമായി ബഹുമാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വരികയാണ്. വന്നിട്ട് ആ മകൻ്റെ എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ചും ബഹുമാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറയുകയാണ്. എൻ്റെ ഉമ്മയായി തിരഞ്ഞെടുത്തവർ ഏറ്റവും നല്ലവരായിരുന്നില്ല. അതുപോലെ എൻ്റെ പേര് ഇദ്ദേഹം ഇട്ടിരിക്കുന്ന ജ്വാല എന്നാണ്. ജ്വാല എന്ന് പറഞ്ഞാൽ കരിവണ്ട് എന്ന അർത്ഥം വരുന്ന പേരാണ് ഇട്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കലാമും ഇദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന്. ഇന്ന് കുട്ടികൾക്ക് എന്തെല്ലാം പേരുകളാണ്! ചെറുപ്പത്തിൽ അവരോടുള്ള വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിൽ അവർക്ക് പല പല പേരുകളും ഇടുകയാണ്. അവസാനം ആ കുട്ടി വളർന്നു വരുമ്പോൾ തീർച്ചയായും ആ പേരടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും, ഇങ്ങനെ വിളിച്ച് ആ പേരടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും
ആ കുട്ടി ജീവിക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ. നല്ല പേര് വെക്കണം മക്കൾക്ക്, നല്ല പേര്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കലാമ് പഠിപ്പിക്കണമെന്ന്. അപ്പോൾ ഇതൊന്നും എനിക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാന്യനായ ഉമർ റളിയല്ലാഹു പറയുകയാണ്, മകൻ ഉപദ്രവിക്കുന്നു എന്ന പരാതിയുമായിട്ടാണ് നിങ്ങൾ വന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ മകനെയാണ് ഉപദ്രവിക്കുന്നത് എന്ന് ബഹുമാന്യനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പിതാവിനോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരായതിനാൽ നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകണമെങ്കിൽ ആദ്യമായി ഉണ്ടാകേണ്ടത് നമ്മുടെ പ്രവർത്തികൾ ഏറ്റവും മെച്ചമായിരിക്കണമെന്നതാണ്. നാം എന്ത് കാണിക്കുന്നുവോ അതായിരിക്കും നമ്മുടെ മക്കൾ ഭാവിയിൽ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും മാന്യമായും ഏറ്റവും നല്ല രൂപത്തിലും അവരോട് പെരുമാറണം. ആ നിലയ്ക്ക് അവരെ വളർത്തിക്കൊണ്ടുവരണം. അവരെ സ്നേഹത്തോടെ അവരെ പരിചരിക്കുകയും പരിപാലിക്കുകയും ഒക്കെ വേണം. അവർക്ക് നല്ലത് ഉപദേശിച്ചു കൊടുക്കണം. തിന്മകൾ കാണുമ്പോൾ അവർ ഏതെങ്കിലും നിലയിലുള്ള മോശ വർത്തമാനങ്ങൾ പറഞ്ഞാൽ അതിന് കൃത്യമായും അവരെ അത് വിലക്കുകയും അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങൾ, സ്നേഹോപദേശങ്ങൾ അവർക്ക് നൽകുകയും ചെയ്യേണ്ടത് ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ ബാധ്യതയാണ്. എനിക്കൊരു കുഞ്ഞേ ഉള്ളൂ, അതുകൊണ്ട് അവൻ എന്തെങ്കിലുമെല്ലാം പറയട്ടെ എന്ന് കരുതിക്കൊണ്ട് അവനെ വിട്ടാൽ ഭാവിയിൽ അവൻ ഒരുപാട് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ്. ആയതിനാൽ അവനെ ചെറുപ്പത്തിൽ തന്നെ അവൻ അത്തരത്തിലുള്ള വർത്തമാനങ്ങളോ ഇടപെടലുകളോ നടത്തിയാൽ അവന് സ്നേഹത്തോടെ പരിചരിക്കുകയും അതിനെ ഉപദേശിക്കുകയും പാടില്ല എന്ന് സ്നേഹത്തോടെയും മറ്റുമെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. പണ്ടുള്ള ഉമ്മുമ്മമാരെല്ലാം തൻ്റെ കൊച്ചുമക്കളോ അതല്ലെങ്കിൽ തൻ്റെ മക്കളുടെ മക്കളോ അതല്ലെങ്കിൽ മക്കളുടെ മക്കളുടെ മക്കളോ ഒക്കെ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ അതല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള നല്ലതല്ലാത്ത ഏതെങ്കിലും പ്രവൃത്തി കൊച്ചുകുട്ടിയാണ് അറിയില്ലെങ്കിൽ പോലും അവരിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വിരലും കൊണ്ട് ഇങ്ങനെ കാണിക്കുമോ എന്നെല്ലാം ചോദിച്ചിട്ട് അവരെ വിരട്ടുമായിരുന്നു. അന്നൊക്കെ ആ കുട്ടികൾ വളർന്നു വന്ന ആ തലമുറ ഏറ്റവും നല്ലവരായി വളർന്നു വന്നു എന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ രൂപത്തിൽ ഏറ്റവും മെച്ചമായ സംസ്കാരം പകർന്നു കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സ്നേഹനിധികളായ വാത്സല്യത്തോടെ നാം വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ ഒരിക്കലും വഴിപിഴച്ചു പോകാതിരിക്കാൻ, ഒരു നിലയിലുള്ള അനുസരണക്കേടുകളിലും പെട്ടുപോകാതിരിക്കാൻ, ഒരു നിലയിലുള്ള മോശക്കാരിലും പെട്ടുപോകാതിരിക്കാൻ നാം അവർക്ക് കൃത്യമായ തർബിയത്തുകൾ, അവർക്ക് കൃത്യമായ ഉപദേശങ്ങൾ നൽകുന്നതിനോടൊപ്പം സൂറത്തുൽ അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്ത് നാം എന്ത് ചെയ്യണം? ഓതണം. ഇൻഷാ അല്ലാഹ് എല്ലാ നമസ്കാര ശേഷവും ഫർള് നമസ്കാര ശേഷവും നാം ആ ആയത്ത് ഓതണം. വളരെ എളുപ്പമാണ്. ആയത്ത് പ്രകാരമാണ്: റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹു വഅസ്ലിഹ് ലി ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. പടച്ചവനെ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ഏകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയേകാൻ നീ തുണ തരേണമേ പടച്ചവനെ. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹു വഅസ്ലിഹ് ലി ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. പടച്ചവനെ, നിനക്ക് ഹിതകരമായ സുഹൃതം പ്രവർത്തിക്കുവാനും എൻ്റെ മക്കളുടെ കാര്യത്തിലും നീ എനിക്ക് നന്മ വരുത്തേണമേ പടച്ചവനെ. നിനക്ക് നന്മ ചെയ്യുവാൻ, അതോടൊപ്പം തന്നെ എൻ്റെ മക്കൾ നന്മയിലായി തീരുവാൻ നീ എനിക്ക് അനുഗ്രഹം ചൊരിയണമേ പടച്ചവനെ. ഇന്നി തുബ്തു ഇലൈക്, പടച്ചവനെ നിന്നോട് ഞാൻ പശ്ചാത്തപിക്കുന്നു. ഇന്നി മിനൽ മുസ്ലിമീൻ, തീർച്ചയായും ഞാൻ അനുസരണയുള്ളവരിൽ പെടുന്നു. ഈ ദുആ ഇൻഷാ അല്ലാഹ് എല്ലാ ഫർള് നമസ്കാര ശേഷവും ഒരു തവണയെങ്കിലും നാം ഏറ്റവും ചുരുങ്ങിയത് പറയണം. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹു വഅസ്ലിഹ് ലി ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. സൂറത്തുൽ അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്താണ്. ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ പാരായണം ചെയ്താൽ നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകും. അതോടൊപ്പം തന്നെ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഒന്നുകൂടെ: റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്താണിത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന ആയത്ത്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ എന്ത് ചെയ്യണം?
എല്ലാ നമസ്കാരത്തിന് ശേഷമുള്ള ദുആകളിലും നാം അത് ഉൾപ്പെടുത്തണം. എല്ലാ നമസ്കാരത്തിന് ശേഷവും ദുആ ചെയ്യുമ്പോൾ നാം ഈ ദുആ ഉൾപ്പെടുത്തണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ. പടച്ചവനെ, എൻ്റെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും എനിക്ക് നീ കണ്ണിന് കുളിരേകുന്നവരെ നൽകണമേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ. പടച്ചവനെ, എൻ്റെ കണ്ണിന് കുളിരേകുന്ന സന്തതികളെയും ഭാര്യമാരെയും നീ എനിക്ക് നൽകണമേ പടച്ചവനെ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മുത്തഖീങ്ങൾക്ക് നീ എന്നെ നേതാവാക്കുകയും ചെയ്യണമേ അല്ലാ. ഈ ദുആ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ നിസ്കാരം മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ നമസ്കാരത്തിൽ ഈ ദുആ ഉൾപ്പെടുത്തും. നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകളിലൊക്കെയും അവരെന്ത് ചെയ്യും? ഈ ദുആ ഉൾപ്പെടുത്തുമെന്നുള്ളതാണ്. ആയതിനാൽ നമസ്കാര ശേഷം റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹു വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ എന്നത് പറയണം. നമസ്കാരത്തിലെ ദുആയിൽ ചെയ്യണം റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് ദുആ ചെയ്യുകയും വേണം. സഹോദരങ്ങളെ, ഏറ്റവും പ്രായമായ ഒരു സ്ത്രീ, ആ സ്ത്രീ വയസ്സായവരാണ്, നല്ല വയസ്സായി. പക്ഷെ അവർക്ക് അല്ലാഹു നൽകിയ മുഴുവൻ മക്കളും സ്വാലിഹീങ്ങളാണ്. അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന, ഒരു നിലയിലുള്ള മോശപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാത്ത, മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യുന്ന, സമൂഹത്തിൽ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മക്കളായി തീർന്നു എല്ലാ മക്കളും. ഒരു മക്കളില്ലാതെ എല്ലാ മക്കളും. അള്ളാഹു അപ്രകാരം നമ്മുടെ എല്ലാ മക്കളെയും അള്ളാഹു സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ ആ പ്രായമായ സ്ത്രീയുടെ എല്ലാ മക്കളും സാലിഹീങ്ങളായി. അപ്പോൾ അവരോട് ചോദിച്ച്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ മക്കളെല്ലാം ഇപ്രകാരം സ്വാലിഹീങ്ങളായി തീർന്നത്? എന്തെങ്കിലും നിലയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, സുന്നത്തായ നമസ്കാരങ്ങളിലെ സുജൂദിൽ ഞാൻ ഈ പ്രാർത്ഥന പറയും. അല്ലാഹുമ്മ റുസുഖ്നി വ ഇയ്യാഹുമുൽ ഇൽമൻ നാഫിഅ വർ-റിസ്ഖൽ വാസിഅ വൽ അമല സ്വാലിഹ വർസുഖ്നി ബിർറഹും വർള അന്നി വഅൻഹും എന്ന് ഞാൻ ദുആ ചെയ്യുമായിരുന്നു. എങ്ങനെയാണ്? അല്ലാഹുമ്മ റുസുഖ്നി വ ഇയ്യാഹുമുൽ ഇൽമൻ നാഫിഅ വർ-റിസ്ഖൽ വാസിഅ വൽ അമല സ്വാലിഹ വർസുഖ്നി ബിർറഹും വർള അന്നി വഅൻഹും എന്ന് ഞാൻ ദുആ ചെയ്യുമായിരുന്നു. ആ ദുആഇന്റെ അടിസ്ഥാനത്തിലാണ് യജമാനനായ റബ്ബ് എൻ്റെ എല്ലാ മക്കളെയും സ്വാലിഹീങ്ങളാക്കിയത് എന്ന് ആ ഉമ്മ പറയുകയാ. പ്രിയപ്പെട്ടവരെ, നാം നോക്കൂ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് വരെ നാം ദുആ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ പടച്ചവനെ. അതിൻ്റെ അർത്ഥം എന്താണ്? പടച്ചവനെ, എൻ്റെ മക്കൾക്ക് നീ പ്രയോജനപ്രദമായ ഇൽമിനെ നൽകണേ അല്ലാ, നാഫിയായ ഇൽമിനെ നീ നൽകണേ അല്ലാ, വർ-റിസ്ഖൽ വാസിഅ അവർക്ക് വിശാലമായ ഉപജീവന മാർഗം നീ നൽകണേ അല്ലാ, വൽ അമല സ്വാലിഹ് അല്ലാഹുവേ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നീ അവർക്ക് തൗഫീഖ് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, അവർക്കും എനിക്കുമൊക്കെ പരസ്പരം എന്താണ് നന്മ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹു. അവർക്ക് എന്നെയും എനിക്ക് അവരെയും തൃപ്തിപ്പെടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ എന്നിങ്ങനെ അല്ലാഹുവെ നിന്നെ തൃപ്തിപ്പെടാനും പരസ്പരം തൃപ്തിപ്പെടാനും ഒക്കെയുള്ള തൗഫീഖ് നൽകണമേ എന്ന് ആ ഉമ്മ എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളിലും ദുആ ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് അത്രേ അവരുടെ മക്കൾ മുഴുവനും സ്വാലിഹീങ്ങളായി തീർന്നത്. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം ദുആ ചെയ്യാറുണ്ടോ? നമ്മുടെ മക്കൾ നമസ്കരിച്ചോ എന്ന് നാം തേടാറുണ്ടോ? നമ്മുടെ മക്കളുടെ ആഹാരത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും എല്ലാ വിഷയങ്ങളും നാം പറയാറുണ്ടല്ലോ, ചെയ്യാറുണ്ടല്ലോ. നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകാൻ ഉപകാരപ്പെടുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നാം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആ മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ സാധ്യമാകുന്നതാണ്. അവരേതെങ്കിലും തിന്മകളുമായി ബന്ധപ്പെട്ടാൽ ആ തിന്മകളെ തടുത്തു നിർത്താൻ നമുക്ക് പര്യാപ്തമായാൽ ഭാവിയിൽ ആ മക്കൾ നമുക്ക് ഉപകാരപ്പെടുന്നവരായിരിക്കും. നമസ്കാരത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനത്തിൽ നിന്നും ബാങ്ക് ഉയർന്നാൽ ആ ബാങ്കിന് ഉത്തരം കൊടുക്കാൻ കൃത്യമായി അവരെ നിർദ്ദേശിക്കുകയും പള്ളികളിലേക്ക് പറഞ്ഞയക്കുകയും നമസ്കരിപ്പിക്കുകയും
കൊടുക്കുകയും ഒക്കെ ചെയ്താൽ ആ മക്കൾ ഭാവിയിൽ ആരുടെയും പ്രേരണ കൂടാതെ എവിടെയാണെങ്കിലും എത്ര തിരക്കുകളിലാണെങ്കിലും ബാങ്ക് കേട്ടാൽ അവർക്ക് നമസ്കരിക്കാൻ അത് പ്രചോദനമാകുകയും ചെയ്യുന്നതാണ്. നമ്മൾ അതൊക്കെ ചെയ്യുന്നുണ്ടോ? നമ്മൾ മക്കളോട് താമസിച്ച് സ്കൂളിൽ നിന്നോ മറ്റൊക്കെ വന്നാൽ ട്യൂഷനൊക്കെ പോയി കുഴഞ്ഞ് വളരെ ബുദ്ധിമുട്ടി വീട്ടിലേക്ക് കടന്നു വരുന്ന മക്കൾക്ക് ഭക്ഷണവും സൗകര്യങ്ങളും എല്ലാം നാം ഒരുക്കി കൊടുക്കും. എല്ലാം ചെയ്യുന്നതിനോടൊപ്പം നാളിതുവരെയായി നാം നമ്മുടെ മക്കളോട് ചോദിച്ചിട്ടുണ്ടോ, മോളെ നീ ളുഹർ നിസ്കരിച്ചോ, മോനെ നീ അസ്ർ നിസ്കരിച്ചോ, അതൊന്ന് ഖളാ വീട്ടാൻ നിനക്ക് കഴിഞ്ഞോ എന്ന് നമസ്കാരത്തിൻ്റെ വിഷയമെങ്കിലും നമ്മുടെ മക്കളോട് നാം ചോദിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഇതൊക്കെ വേണം. അവരെ കൃത്യമായി നിർദ്ദേശിക്കണം. വീട്ടിലിരുന്ന് ഖുർആൻ ഓതാൻ പറയണം. അവരോട് എല്ലാ ദിവസവും ഖുർആൻ ഓതാൻ വേണ്ടി നിർദ്ദേശിക്കണം. പ്രഭാതത്തിൽ അവരെ വിളിച്ചുണർത്തി സുബഹി നമസ്കരിപ്പിക്കണം. അവരെ വീടുകളിൽ സ്ത്രീകൾ ജമാഅത്തായി മക്കളുമായി നമസ്കരിക്കണം. പുരുഷന്മാർ ഭവനങ്ങളിൽ നിന്ന് പള്ളികളിലേക്ക് പോയി നമസ്കരിക്കുന്ന അവസ്ഥയുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ആ വീട് എത്ര ചൈതന്യവത്താണ്, എത്ര അനുഗ്രഹപൂർണമാണ്. ആ ഭാവിയുടെ ആ മക്കൾ ഏത് നിലയിലായിരിക്കും വളർന്നു വരിക. എന്നാൽ ഒരു തിന്മകളും തടയിടാതെ തോന്നിയതുപോലെ വളർത്തിയാൽ ആ മക്കളുടെ അവസ്ഥ എന്താകും? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ആയതിനാൽ നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന മക്കളായി തീരണം. നാം മരിച്ചാൽ നമ്മുടെ ഖബറിന്റെ സമീപത്ത് വന്ന് നിന്നുകൊണ്ട് അവനൊരു യാസീനോദി, പടച്ച റബ്ബേ ഇതെന്റെ ഉമ്മയാണ്, എൻ്റെ ഉപ്പയാണ്, അല്ലാഹുവേ ഖബർ വിശാലമാക്കി കൊടുക്കണേ എന്ന് പറയാൻ പര്യാപ്തമായ നിലയിൽ അവനെ വളർത്തി വലുതാക്കിയാൽ അതാണ് സഹോദരങ്ങളെ ഈ ദുനിയാവും അതിലുള്ള സകലമാന വസ്തുക്കളും ലഭിക്കുന്നതിനേക്കാൾ മഹത്തരം. അതിനോടൊപ്പം അവർ ഏറ്റവും നല്ല ഉയർന്ന വിദ്യാഭ്യാസ മേഖലകൾ കൂടി കൈയടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മധുരത്തിനു മേൽ മധുരമായി. അപ്പോൾ അവർക്ക് ഭൗതികവും കിട്ടി, ആത്മീയവും കിട്ടി, ദുനിയാവും കിട്ടി, ആഖിറവും കിട്ടി. അങ്ങനത്തെ മക്കളാകണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യണം. ഒന്നാമത്തേത്, റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹു വഅസ്ലിഹ് ലി ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. അത് ദിവസത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? 1, 2, 3 തവണ നാം അത് പറയണം. മറ്റത് ഫർള് നമസ്കാരത്തിന് ശേഷമുള്ള ദുആക്കളിലെല്ലാം റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. ആ ദുആയോടൊപ്പം അല്ലാഹുമ്മ റുസുഖ്നി വഇയ്യാഹുമുൽ ഇൽമൻ നാഫിയ വർ-റിസ്ഖൽ വാസിഅ വൽ അമല സ്വാലിഹ വറുസുഖ്നി ബിർറഹും വർള അന്നി വഅൻഹും എന്ന് എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. പടച്ചവനെ, കരുണക്കടലായ കൃപയുള്ള ദയാലുവായ റബ്ബേ, അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ. അല്ലാഹ് കണ്ണിന് കുളിരുള്ള മക്കളാക്കണേ പടച്ചവനെ. ദുനിയാവും ആഖിറവുമെല്ലാം ഏറ്റവും നല്ല നിലയിൽ നന്മയുടെ രൂപത്തിൽ കൈവരിക്കുന്നവരിൽ പെടുത്തണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കൾക്ക് നീ ബുദ്ധിയും ഓർമ്മയും ഗ്രാഹ്യവും ചിന്തയും നൽകണേ അല്ലാ. പരീക്ഷകളിൽ നീ വിജയിപ്പിക്കണേ അല്ലാ. ഔന്നിത്യത്തിലെത്തിക്കണേ അല്ലാ. അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. അവരുടെ ഉപജീവന മാർഗങ്ങളിൽ നീ വിശാലത നൽകണേ പടച്ചവനെ. അല്ലാഹു അവർക്ക് പ്രയോജനപ്രദമായ അറിവിനെ നീ നൽകണേ അല്ലാ. പടച്ചവനെ, മാതാപിതാക്കളാകുന്ന ഞങ്ങൾക്കവരെയും അവർക്ക് ഞങ്ങളെയും തൃപ്തിപ്പെട്ടുകൊണ്ട് നിന്നെ അനുസരിച്ച് ജീവിക്കുന്നവരാക്കണേ പടച്ചവനെ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. ധാരാളം ആളുകൾ ദുആഇന് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലാ. എല്ലാം നിനക്കറിയുമല്ല റഹ്മാനെ. എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും ദൂരീകരിക്കണേ അല്ലാ. ആവശ്യങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ദുനിയാവും ആഖിറവും എല്ലാം നീ സന്തോഷത്തിലും സൗഖ്യത്തിലും സമാധാനത്തിലുമാക്കി കൊടുക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.